മധ്യകേരളത്തിലേക്കാണ് ഇനി. അവിടെ നിന്ന് അഞ്ജലി ശ്രീജിത രാജ് ചേരുന്നു. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷ്നി. യെസ്, വാർത്തയിലേക്ക് വരാം നമുക്ക്. ഈ ഇടക്കൊച്ചിയിൽ ഇന്നലെ മണിക്കൂറുകളോളം ഒരു ആന ആളുകളെ മുൾമുനയിൽ നിർത്തി. അതിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, തീർച്ചയായും റോഷ്നി. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇന്നലെ ഏകദേശം ഒരു 3 മണിക്കൂറോളം ആളുകളെ മുൾമുനയിൽ നിർത്തിയത്. ആനയെ വൈകുന്നേരത്ത് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകേണ്ടതായിരുന്നു. ഇതിനിടെയാണ് ആന വരിക്കാശ്ശേരി ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് വെച്ച് ഇടഞ്ഞത്. ഇതിലിപ്പോൾ വനം വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ആനയെ എല്ലാവിധ മാനദണ്ഡങ്ങളും പരിഗണിച്ചാണോ, ഇതെല്ലാം നോക്കിയാണോ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത്, എഴുന്നള്ളത്തിനായിട്ട് കൊണ്ടുപോകാൻ ഒരുക്കിയത് എന്നതാണ് ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. കാരണം ഹൈക്കോടതി ഉത്തരവുണ്ട്. ആനയുടെ ഫിറ്റ്നസ് അടക്കം പരിശോധിക്കണം, മതപ്പാടുണ്ടോ എന്നുള്ളതെല്ലാം വ്യക്തമാക്കിയിട്ട് അത് ആ പരിശോധനകളെല്ലാം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആനയെ കൊണ്ടുവരേണ്ടതെന്ന്. ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആന, അവിടെയുള്ള ആളുകൾ വ്യക്തമാക്കിയത് വളരെ ശാന്തനായിരുന്നു. പെട്ടെന്നായിരുന്നു ആനയ്ക്ക് ഇത്തരത്തിൽ കുളിപ്പിച്ച് വെള്ളം കൊടുക്കുമ്പോഴാണ് ആന ഈ അക്രമാസക്തനാവുകയും തുടർന്ന് അവിടെയുള്ള 3ലധികം കാറുകൾ ആന തകർത്തു. കൂടാതെ ആനയെ കയറ്റിക്കൊണ്ടുവന്ന ലോറി തകർത്തു. ബൈക്കുകളടക്കം ആന തകർക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. കാറുകളൊക്കെ പൂർണ്ണമായും തകർന്നിട്ടാണുള്ളത്. ഇതിലും ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേസെടുക്കും. കൂടാതെ പരാതിയുണ്ട്. ഈ വാഹനങ്ങൾ തകർത്ത ആളുകൾക്ക് ഇതിലെ എന്തായിരിക്കും, അതായത് ഇവർക്ക് ഏത് രീതിയിലാണ് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസും പരിശോധിക്കും. ഇത്തരത്തിൽ സംഭവബഹുലമായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ. ഏകദേശം 7 മണിയോടെയാണ്, 7-7:30 ആയപ്പോഴാണ് ആനയെ ഒന്ന് സമാധാനത്തോടെ ഈ തളയ്ക്കാൻ കഴിഞ്ഞത്. അക്രമാസക്തനായിട്ട് ആളുകൾക്കിടയിൽ പായുന്നൊരു സാഹചര്യമായിരുന്നു. ആനയുടെ ഓട്ടമായിരുന്നു കണ്ടുനിന്നത്. കൂടാതെ ഈ വരിക്കാശ്ശേരി ക്ഷേത്ര മൈതാനത്ത് വെച്ച് ആന ഇടഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കാണണം. കാരണം ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന്റെ സമയത്താണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് കടക്കുമായിരുന്നു. ഇതാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതെന്ന് കരുതാം. കൂടാതെ ഈ ആന പാപ്പാനെയും ആക്രമിക്കാൻ ശ്രമിച്ചു. ശരിയാണ് അഞ്ജലി. അപ്പൊ അതിൽ നടക്കട്ടെ. ഈ കോട്ടയം ഏറ്റുമാനൂരിൽ യുവതിയും പെൺമക്കളും ആത്മഹത്യ ചെയ്തതിൽ ഭർത്താവ് പിടിയിലായിരുന്നല്ലോ. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ കേസിന്റെ വിശദാംശങ്ങൾ കൂടി. അതെ, തീർച്ചയായും. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ യുവതിയും 2 പെൺമക്കളും കൂടി ഈ ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. ഇതിലിപ്പോൾ ഈ ഭർത്താവായിട്ടുള്ള നോബിലിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടാതെ ഈ മരിച്ച ഷൈനിയുടെ ബന്ധുക്കളാണ് ഇത്തരത്തിൽ ഇയാൾക്ക് മേൽ ആത്മഹത്യാ പ്രേരണ പരാതി നൽകിയത്. ഇയാൾ കാരണമാണ് ആത്മഹത്യയിലേക്ക് ഇയാൾ തള്ളിവിടുകയായിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ പരാതിയുള്ളത്. ഇതിൽ പോലീസ് ഇപ്പോൾ വിശദമായി ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടാതെ ഈ ലോക്കോ പൈലറ്റ് അടക്കം വ്യക്തമാക്കുന്നത് ഈ അമ്മയും മക്കളും ഹോൺ അടിച്ചിട്ടും ഹോൺ മുഴക്കിയിട്ടും ട്രാക്കിൽ നിന്നും മാറിയില്ല എന്നതാണ്. അതിനാൽ തന്നെ ഗൗരവകരമായ കുറ്റകൃത്യം തന്നെയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ശരി, അഞ്ജലി ശ്രീജിത രാജാണ് മധ്യകേരളത്തിൽ നിന്ന് വാർത്തകൾ പങ്കുവച്ചത്.